കെവിൻ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതിലുള്ള ഡെഡ് ലോക്ക് എന്ന് പറയുന്നത് താങ്കൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു, പക്ഷേ താങ്കൾക്ക് ജയിലിൽ നിന്ന് പുറത്തേക്ക് പോകാൻ കഴിയില്ല എന്നാണ് പറയുന്നത് പോലെ. തോക്ക് തരാം പക്ഷെ വെടിവെക്കരുത്. ഇതിലെ വസ്തുത എന്ന് പറയുന്നത് ദ്വാരപാലക ശില്പപ്പാളി കേസിലാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത്. അതായത് അദ്ദേഹം വാദിച്ചത് 90 ദിവസമായിട്ടും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ലീഗലി നോക്കുമ്പോൾ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കും. പക്ഷേ കട്ടിളപ്പാളി കേസിൽ അദ്ദേഹത്തിന് ജാമ്യമില്ല. അതുകൊണ്ട് തന്നെ ജയിലിൽ തുടരുകയാണ്. അപ്പോൾ 90 ദിവസമായും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ മന്ത്രി വി എൻ വാസവനൊക്കെ പറയുന്നുണ്ട് കേസ് ശരിയായ ദിശയിലാണ് പോകുന്നത്. പക്ഷെ എല്ലാവരും ആരോപിക്കുന്നത് പോലെ കേസിൽ ഒരു മെല്ലെപ്പോക്കുണ്ടോ? അല്ല, തീർച്ചയായിട്ടും മെല്ലെപ്പോക്ക് ഉണ്ടെന്ന് ഈ ഘട്ടത്തിൽ പറയാനാകില്ല. മെല്ലെപ്പോക്ക് ഉണ്ടെന്ന് പറയാനായിട്ട് ആഭ്യന്തര വകുപ്പിന് ഇതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ തീർച്ചയായിട്ടും കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു SIT അന്വേഷണം, അത് കേരള പോലീസിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നു. നേരത്തെ മേഘ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതുപോലെ SITയിൽ CPMൻ്റെ അനുഭാവപൂർവമായിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവർ ഇതെല്ലാം ചോർത്തി CPMന് നൽകുന്നു. ചോർത്തണ്ട, SIT തന്നെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് കൃത്യമായിട്ടുള്ള കാര്യങ്ങളെന്ന്. നോക്കൂ, ഇതിൽ മെല്ലെപ്പോക്ക് ഒരു സംശയം കൃത്യമാണ്. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടെത്തിച്ചിട്ട് അവിടെ വെച്ച് കുറ്റപത്രം സമർപ്പിച്ച് ഒരു ബൂം ഉണ്ടാക്കാനുള്ള, അല്ലെങ്കിൽ ആ സമയത്തേക്ക് കോൺഗ്രസ് നേതാക്കളിലേക്കൊക്കെ എത്തി. ഇപ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ പേരുൾപ്പെടെ ഉള്ള കാര്യങ്ങൾ പറയുന്നത് അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റ് കോൺഗ്രസ് നേതാക്കൾ ആ കാലത്ത് ഉണ്ടായിരുന്ന, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അവരെയും കൂടെ പട്ടികയിലേക്ക് ചേർത്തുകൊണ്ട് ഒരു ഇലക്ഷൻ സ്റ്റണ്ട് കാണിക്കാനുള്ള ശ്രമമാണോ നടക്കുന്നതെന്ന സംശയം ജനിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നതെന്നാണ് ഒരു കോണിൽ നിന്ന് ഉയരുന്ന വിമർശനം. പക്ഷെ അതിൽ മറ്റൊരു കോണിൽ നിന്നുള്ള മറ്റൊരു വിമർശനം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിന് ശേഷം കുറ്റപത്രം സമർപ്പിക്കാൻ, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന് ശേഷം ഇതിന്റെ അവസാന തിരശ്ശീല ഉയർത്താനുള്ള ചട്ടക്കൂടിലാണോ ഇവരൊക്കെ പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം, ഒരു സ്വാഭാവികമായ സംശയം ഉറപ്പായും ഉണ്ടാവും. കാരണം നിങ്ങളുടെ സർക്കാരല്ലേ വരുന്നത്, അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഇനി ധൈര്യമായി പറയാമല്ലോ UDF സർക്കാർ വന്നു, ഇത് ആദ്യമായി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നുവെന്ന്. അതുകൊണ്ട് തന്നെ കൃത്യമായി നിങ്ങൾക്ക് നിങ്ങളുടെ ഭരണത്തിൽ എത്തുകയാണെങ്കിൽ ആദ്യത്തെ പൊന്തുവിളിതാ അയ്യൻ്റെ സ്വർണം മോഷ്ടിച്ചവർക്കെതിരെയുള്ള കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു, കേസ് തെളിയാൻ പോകുന്നു എന്ന് പറയുമ്പോൾ പക്ഷേ നോക്കൂ, നേരത്തെ പോലെ കോൺഗ്രസും ഇതിന് വലിയ രീതിയിലൊരു പ്രഷർ നൽകുന്നില്ല. അവർ ഇത് വിട്ടിട്ട് അവരിപ്പോൾ ഫുള്ള് എന്താണ് വർഗീയതയെ തടുക്കുക, രാഹുൽ ഗാന്ധിയെ കേരളത്തിൽ കൊണ്ടുവരിക, സീറ്റ് ചർച്ച, ആ ഒരു നിലയിലേക്ക് മുന്നോട്ട് പോവുകയാണ്. ഈ കൃത്യമായി അത് പ്രഷർ നൽകി മുന്നോട്ട് വരുമ്പോഴെല്ലാം പറ്റില്ല, അദ്ദേഹം അവിടെ ഇരുന്നിട്ട് ഏതെങ്കിലും ഒരു ഫോൺ കോൾ പുറത്തു വരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാറ്റ് പുറത്തു വരും. ഈ പറയുന്നതിൽ പ്രസക്തി ഉണ്ടെന്നുള്ളതാണ്. കാരണം എല്ലാവരും പതിയെ ഈ കേസിൽ നിന്ന് പുറത്തേക്ക്, അല്ലെങ്കിൽ ഇതിനെ പറ്റി ചർച്ച ചെയ്യുന്നത് കുറയുന്നു എന്നുള്ളതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു റിപ്പോർട്ട് വായിക്കുന്നത് BJPക്കാർ ഇതിനെ വിട്ടുപിടിക്കുന്നു. കാരണം തന്ത്രി അറസ്റ്റിലായതോടുകൂടി അവരത് ഇതൊരു ആയുധം, ഇനിയൊരു ആയുധമാക്കാൻ അവർ തയ്യാറല്ല എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതൊരു സ്വാഭാവികമായ ഒരു അന്വേഷണമായി, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഫയർ അങ്ങ് കെട്ടുപോയി എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇനി ചിലപ്പോൾ കഴിഞ്ഞ ദിവസം 21 സ്ഥലങ്ങളിൽ SIT സംഘം പരിശോധന നടത്തിയിരുന്നു, പല സംസ്ഥാനങ്ങളിലായിട്ട് പരിശോധന നടത്തിയിരുന്നു. ഇന്ന് 5 പേർ അറസ്റ്റിലാകുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ സമയം 6 മണിയോടെ എടുക്കുന്നു, ഇതുവരെ അങ്ങനെ അറസ്റ്റ് ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഈ 5 പേരും CPM നേതൃനിരയുള്ളവരാണെന്നൊക്കെയുള്ള പ്രചരണങ്ങൾ നടന്നിരുന്നു. എങ്ങനെയാണ് കോൺഗ്രസ് വൃത്തങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. പക്ഷെ നോക്കൂ, കൃത്യമായൊരു അനലൈസ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇത് CPMൻ്റെ മാത്രം വാലിൽ കൊണ്ടുവന്ന് കെട്ടാൻ കഴിയുന്ന ഒരു കേസായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നിഷ്പക്ഷമായിട്ട് പറയുകയാണെങ്കിൽ, അതായത് കൃത്യമായി ഇതിൽ കോൺഗ്രസ് ഭരണകാലത്തും CPM ഭരണകാലത്തും ഉണ്ടായിരുന്ന CPMൻ്റെയും കോൺഗ്രസിൻ്റെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, ദേവസ്വം ബോർഡ് മെമ്പർമാർ, എക്സിക്യൂട്ടീവ് മെമ്പർമാർ, അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് ആൾക്കാർ, മന്ത്രിമാർ ഉൾപ്പെടെ, കോൺഗ്രസ് നേതാക്കൾക്ക് ഉൾപ്പെടെ ഇതിൽ പങ്കുണ്ടോ എന്നുള്ളത് സംശയം പൊതുജനങ്ങൾക്ക് ഇപ്പോൾ വന്നു തുടങ്ങി. ഇപ്പോൾ മേഘ നേരത്തെ പറഞ്ഞു പയ്യെ ഈ കേസ് വിട്ട് വരികയാണ്. പക്ഷെ അങ്ങനല്ല, വിശ്വാസി സമൂഹത്തിൻ്റെ അകത്ത് കുറച്ച് പ്രായമായിട്ടൊക്കെ സംസാരിച്ച് നോക്കൂ, വാർത്തകളിലൊന്നും ഫോക്കസ് ചെയ്യുക, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാർത്ത ഫോക്കസ് ചെയ്യാതെ വരെ ഈ ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റി കൊണ്ടുപോയവർ, അതെനിക്ക് തോന്നുന്നു വിശ്വാസി സമൂഹം മാത്രമല്ല, പൊതുജനങ്ങൾക്കിടയിൽ ഏത് മതസ്ഥരാണെങ്കിൽ പോലും ഇതിന്റെ സത്യം പുറത്തു വരണമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അത് നിരീശ്വരവാദികൾ പോലും എന്ന് പറയുന്നതിൽ കാര്യമില്ല. കേരളത്തിലെ എല്ലാവർക്കും അറിയണം ഇതിൽ എന്താണ് സംഭവിച്ചതെന്ന്. അതിൽ ഇടതുപക്ഷത്തിന് പങ്കുണ്ടെങ്കിലും അതുപോലെ തന്നെ UDF സർക്കാരിന് പങ്കുണ്ടായിരുന്നുവെങ്കിൽ പോലും അതിന്റെ സത്യം പുറത്തു വരണം. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടില്ലേ, കുറച്ച് പ്രായമായ ഒരു അമ്മ പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രി കണ്ഠരര് രാജീവരുടെയൊക്കെ പുഴുത്തെ ചാവൂ എന്ന് പറഞ്ഞ തരത്തിലുള്ള ഒരു വീഡിയോ ഒക്കെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. അയ്യപ്പൻ്റെ സ്വർണം അടിച്ചു മാറ്റിയ, അതായത് അവർ പ്രതീക്ഷിക്കുന്നില്ല. നോക്കൂ, തന്ത്രി കണ്ഠരര് രാജീവരിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ളൊരു
ഇതിന് കൂട്ടു നിൽക്കുക എന്ന് പറയുന്നത് അയ്യപ്പനുമായി നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇത്തരത്തിൽ അത്രയും താന്ത്രിക ആചാര്യനായിട്ടുള്ള അദ്ദേഹം ഇതിനൊക്കെ കൂട്ടു നിൽക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ കഴിയത്തില്ല. ജനങ്ങളിത് അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ കുറേ സമയം എടുത്തു. കേരളം ഇത്തരത്തിൽ ഞെട്ടിയൊരു വാർത്ത ഇതിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാർത്തയാണ്. പക്ഷേ അത് എന്താണ്, ഒരു സ്ലോ പോയിസൺ പോലെ ഇങ്ങനെ ഇട്ടിട്ട് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതിന് യാതൊരുവിധ മുന്നൊരുക്കങ്ങളുള്ള ഒരു പൊടുന്നനെ ഇങ്ങനെ വന്ന് വീഴുന്നു, അതിൻ്റെ ഭാഗവത്താകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പുതുതലമുറയിൽപ്പെട്ട ഒരു 30 വയസ്സ് 35 വയസ്സിനകത്തുള്ള അതിലും വിശ്വാസികളില്ലെന്ന് പറയില്ല, ഒരു 45 വയസ്സ് കഴിഞ്ഞ ആൾക്കാരെടുത്ത് അത് ഇപ്പം നേരത്തെ മക പറഞ്ഞില്ല, ഏത് മതസ്ഥരായാലും സംസാരിച്ച് നോക്കണം, അവർ അതിവൈകാരികമായാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അത് അവർക്ക് ഞാനൊരു മുസ്ലിം മതത്തിൽപ്പെട്ട ഒരു ആളുടെ സംസാരിക്കുകയാണെങ്കിൽ അവരുടെ പള്ളികളിൽ നടക്കുന്ന പലതരത്തിലുള്ള തട്ടിപ്പുകൾ അല്ലെങ്കിൽ ഈ വകം മാറ്റിയുള്ള ചെലവഴിക്കൽ തുടങ്ങി ഇതിൽ വന്ന് നിൽക്കുമ്പോൾ പറയുന്നത് ശബരിമലയുടെ അത്രയൊന്നുമില്ല, അതെന്തായാലും കണ്ടുപിടിക്കണം. പ്രായമായവരൊക്കെ പറയുന്നത് അങ്ങ് പ്രാകുകയാണ്. അയ്യപ്പൻ്റെ പൈസ കൊണ്ടുപോയവരെന്നൊക്കെ പറയുന്നത് തലയിൽ വെച്ച് പ്രാകുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ SIT സംഘം ഹൈക്കോടതിയെ നേരിട്ട് നിയമിച്ച സംഘമാണ്, കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും എന്തൊക്കെയോ അപാകതകൾ ഉണ്ട് എന്ന് നമുക്ക് സംശയിക്കാതിരിക്കാൻ കഴിയില്ല. ഇത് കോടതിയെ ചോദ്യം ചെയ്യുന്നതൊന്നുമല്ല. പക്ഷേ എത്ര സ്വർണം പോയി അല്ലെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ പോയി, അതൊക്കെ എവിടെയെങ്കിലും ഉണ്ടോ, എവിടെയാണ് ഉള്ളത് എന്ന്, ഏത് രൂപത്തിലാണുള്ളത്, ആരുടെ പക്കലാണുള്ളത്, ആരാണ് കടത്തിയത്, ഈ കാര്യങ്ങളൊന്നും ഈ പറയുന്ന 90 ദിവസം കഴിഞ്ഞിട്ടും ഇതിനൊന്നും ഒരു വ്യക്തമായ പിക്ചർ കിട്ടിയിട്ടില്ല എന്നുള്ളത്. ആര് കടത്തിയെന്നുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ, ഈ സാധനങ്ങളെല്ലാം കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. അല്ല നോക്കൂ, അതായത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വളരെ വേഗത്തിലാണ് SIT ഈ കേസ് നോക്കുന്നത്. വി എൻ വാസവൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനോട് ഞാൻ ചേർന്ന് നിൽക്കുകയാണ്. അതായത് നോക്കൂ, ആദ്യഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് പോകുന്നു, അവിടുന്ന് എൻ വാസുവിലേക്കും പത്മകുമാറിലേക്കും മരിക്കാറായി കിടന്ന മറ്റേ ഹരിശങ്കർ പോലീസിൻ്റെ പിതാവുണ്ടല്ലോ അദ്ദേഹത്തിലേക്കും, അത് കഴിഞ്ഞ് ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന SITക്ക് അറസ്റ്റ് ചെയ്യുന്ന അതിന് ഇമ്പാക്റ്റ് ഇവർ ആലോചിക്കാഞ്ഞിട്ടാണോ? അപ്പോൾ ഇത്തരത്തിൽ ഇത്ര അതിവേഗം അറസ്റ്റ് ചെയ്യുന്നു, കടകംപള്ളിയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു, ബാക്കിയുള്ളവരെല്ലാം ചോദ്യം ചെയ്തപ്പോൾ കടകംപള്ളിയോട് ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്തത്. പക്ഷെ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇനിയൊരു ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ ഇനിയൊരു ചോദിച്ച് മനസ്സിലാക്കൽ ഉണ്ടാവുകയാണെങ്കിൽ അടുത്ത കൈവിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്ന കടകംപള്ളിയാണെന്നുള്ള കാര്യം നമ്മൾ നിഷേധിക്കാൻ പാടില്ല. അതെ, ആ കാലത്ത് ഇപ്പം ആ കാലത്തെ അതിന് മുമ്പത്തെ കാലത്തെയും CPM-ന്റെയും കോൺഗ്രസിന്റെയും ദേവസ്വം മന്ത്രിമാർ ഇതിന് ഉത്തരം പറയുന്നുണ്ട്. ഇപ്പോൾ നോക്കൂ, പഴയ കാലം തൊട്ടുള്ള 20 വർഷത്തെ കാര്യങ്ങൾ അന്വേഷിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന എല്ലാ സർക്കാരുകളും ഇതിന് ഉത്തരം പറയേണ്ടി വരും. പക്ഷെ ഒരു BJP മാത്രമാണ് സേഫ് ആയിട്ടുള്ളത്. കാരണം സർക്കാർ രൂപീകരിക്കാനുള്ള എന്തുകൊണ്ട് അവരെ സമരം നിർത്തിയെന്ന് പറയുന്നില്ലേ? അതായത് ഇനിയിപ്പം സമരം കടുപ്പിക്കേണ്ട എന്ന് പറയുന്നില്ലേ? നമ്മളിതിലില്ല, അയ്യപ്പനെ കോശിന്ന് പറയുന്നത് നമ്മളിതിലില്ല, നമ്മളിത് കണ്ടാൽ മതി, കിട്ടുന്നതൊക്കെ ബോണസ് എന്ന് പറയുന്നവരാണ്. പക്ഷേ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുന്ന നിലയിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ CPM-ന്റെ തന്നെ 2 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കടകംപള്ളിയിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു. എനിക്ക് കടകംപള്ളിക്ക് ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് ഇതിലേക്ക് വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും മാധ്യമങ്ങൾ വഴി അത് പുറത്തു വന്നേനെ. ഏഷ്യാനെറ്റ് പോലുള്ള മാധ്യമങ്ങളൊക്കെ ഇതിൻ്റെ പുറകെ കൂടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ മറ്റൊരു സാഹചര്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ SIT സംഘം അതിവേഗം ബഹുദൂരം തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ നേരത്തെ മേഘ സൂചിപ്പിച്ചതുപോലെ രാജ്യാന്തര ബന്ധമുള്ള പരിപാടിയാണ് ഇതെങ്കിൽ SIT സംഘത്തിന് ഇവിടുന്ന് ഇറ്റലിയിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ ചൈനയിലോ ഒന്നും പോയി സ്വർണ്ണം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിയില്ല. ഇപ്പോഴും ആൻഡ് ഓഗസ്റ്റിനും അടൂർ പ്രകാശിനും അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുമൊക്കെ സോണിയാഗാന്ധിയുമായിട്ടുള്ള ബന്ധം എന്താണ്, എന്ത് ചരടിൻ്റെ പേരിലാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ കുറേ നെറേറ്റീവുകൾ വന്നിരുന്നു. അതായത് അടൂർ പ്രകാശിനെ വിളിപ്പിച്ചു എന്ന് പറയും, പക്ഷേ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായില്ല. പിന്നെ അതേപോലെ ആൻ്റണിയുടെ ചിത്രമേ അദ്ദേഹത്തിൻ്റെ പേരെ ഇതിൽ നിന്ന് മാഞ്ഞു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വേറെ BJP നെറേറ്റീവ് വന്നു, നമ്മുടെ സോണിയാഗാന്ധിയുടെ ഇറ്റലിയിലെ ഗണപതി എന്ന് പറയുന്ന ആർക്കിയോളജിക്കൽ സഹോദരിമാർ നടത്തുന്ന ആർക്കിയോളജി സ്ഥാപനത്തിലാണ് ഈ സ്വർണം മൊത്തം എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് കേന്ദ്ര ED അന്വേഷണം വരുന്നു. ED ഇടപെടൽ, വാസവൻ പറഞ്ഞ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ED ഇടപെടൽ വേണം, കേന്ദ്ര ഏജൻസികൾ ഇത് അന്വേഷിക്കണം. രാജ്യാതിർത്തി ഇല്ല. ഈ ദേവസ്വം മന്ത്രി VN വാസവൻ പറയുന്നത് ഈ SIT സംഘത്തിന്റെ അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പാണ്. പക്ഷേ EDയുടെ ഇടപെടൽ മാത്രം സംശയാസ്പദമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, അതാണ് പറഞ്ഞത്. പക്ഷെ അതാണ് രണ്ടാമത്തെ ഭാഗത്തോട് ED ഇടപെടൽ വേണം. കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. SITക്ക് പരിമിതിയുണ്ട്, രാജ്യാന്തര തലത്തിൽ പുറത്തേക്കുള്ള അന്വേഷണത്തിലുണ്ട്. അവർ കേരളത്തിൽ അന്വേഷിക്കട്ടെ. അതെ, പക്ഷേ ഇതിലെ ഒരു പ്രധാന സംശയം എന്ന് പറയുന്നത്, തന്ത്രി അറസ്റ്റിലായതോടുകൂടി അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് വരികയാണ്.
അവിടെ നിന്ന് മുന്നിലേക്ക് ഒരു പോക്കില്ല എന്നുള്ള ഒരു ഗതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. തന്ത്രി ചോദ്യം ചെയ്തല്ലോ. തന്ത്രിയിലേക്ക് മാത്രം കാര്യങ്ങൾ ചുരുങ്ങി തന്ത്രിയുടെ തലയിൽ മാത്രം ഇതിന്റെ എല്ലാം ഉത്തരവാദിത്തം കെട്ടിവെക്കുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ലേ? അവിടെയും അപ്പോഴത്തെ ദേവസ്വം മന്ത്രി അറിഞ്ഞിട്ടില്ല, അപ്പോഴത്തെ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിന് എത്രത്തോളം? അപ്പോഴത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും അപ്പോഴത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോൾ കെബിൻ പറഞ്ഞതുപോലെ കടകംപള്ളി സുരേന്ദ്രനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒന്നും ഇതിൽ പങ്കുണ്ടാവില്ല. പക്ഷെ ഇതിനെല്ലാം മൗന അനുവാദം കൊടുത്തു എന്നുള്ള ഒരു കാര്യം നിലനിൽക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അപ്പോൾ അറിയില്ല, തെളിവുകൾ ഉണ്ടായതുകൊണ്ടാണല്ലോ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തത്. നമുക്കിതൊന്നും അറസ്റ്റ് ചെയ്തില്ലല്ലോ, അറസ്റ്റ് ചെയ്തല്ല, ക്ഷമിക്കണം, ചോദ്യം ചെയ്തത്. അപ്പോൾ ഇതിനെല്ലാം തെളിവുകൾ SIT സംഘത്തിന്റെ പക്കലുണ്ട്. പക്ഷെ അറസ്റ്റിലേക്ക് നീങ്ങാനും വേണ്ടിയിട്ടുള്ള തെളിവുകൾ ഇല്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ വേഗമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻ കാണാം, അതിനെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കാനായിരിക്കും കടകംപള്ളിയെ വിളിച്ചു വരുത്തിയത്. അല്ലാതെ കടകംപള്ളി ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അദ്ദേഹം കേവലം ഒരു MLA മാത്രമാണ്. ഇപ്പോൾ മന്ത്രിസ്ഥാനങ്ങളിൽ അദ്ദേഹം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് അങ്ങനെയുള്ള ഇപ്പോൾ M പത്മകുമാറും കടകംപള്ളിയും വെച്ചുകൊണ്ട് രണ്ടുപേരും ഒരേ ത്രാസിൽ തൂങ്ങുന്ന രണ്ടുപേരാണ്. CPM-ന്റെ സംഘടനാ തലത്തിൽ നോക്കുകയാണെങ്കിൽ അപ്പോൾ കടകംപള്ളിയിലേക്ക് എത്തുക, കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യുക, തന്ത്രി അറസ്റ്റ് ചെയ്യുന്ന SIT ടീമിന് എന്തായാലും കടകംപള്ളി അറസ്റ്റ് ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ കണക്ട് ചെയ്യുന്ന ലിങ്കുകൾ കാണില്ല എന്നതാണ് നിലവിൽ ഉള്ളൊരു അനുമാനം. എന്തായാലും ഇനി തന്ത്രി വാ തുറന്നാൽ മാത്രമേ ഇനി കേസ് മുന്നോട്ട് പോകൂ.